മറ്റു വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകര സമാധി പൊളിക്കാനുള്ള തീരുമാനത്തിൽ RTO ഉത്തരവ് ഇതുവരെ കൈമാറിയിട്ടില്ലെന്ന് കുടുംബം. സമാധി പൊളിക്കുന്നതിനുള്ള തീരുമാനം ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കി. സമാധി പൊളിക്കാനുള്ള തീരുമാനം മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഗോപൻ സ്വാമിയുടെ മകൻ സനനന്ദൻ പറഞ്ഞു. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ വിഷയത്തിൽ ഈ അനിശ്ചിതമായി തുടരുകയാണ്. സമാധി സ്ഥലം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണിപ്പോൾ നിലവിൽ അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഗോപൻ സ്വാമിയുടെ വീട്ടിലാണ്. അപ്പോൾ നിലവിൽ ഇതുവരെ RTOയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു ഉത്തരവ് കൈമാറിയിട്ടില്ല എന്നാണ് ഗോപൻ സ്വാമിയുടെ മകൻ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചത്. ഇത് സ്വാർത്ഥ താല്പര്യമുള്ളവർ ആവശ്യമില്ലാതെ ഈ മതവികാരം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കുടുംബത്തെ കസ്റ്റഡിയിലെടുത്ത് ഒന്നുകൂടി പോലീസ് ചോദ്യം ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാളെയോടുകൂടി ഈ സമാധി പൊളിക്കുന്ന തീരുമാനത്തിലേക്ക് സബ് കളക്ടർ അതോടൊപ്പം തന്നെ പോലീസും കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മരണത്തിൽ ദുരൂഹതയാണ് നാട്ടുകാർ, അയൽവാസിയായിട്ടുള്ള ഒരാള് ദുരൂഹത ആരോപിച്ചിട്ടുണ്ട്. മരണമല്ല, മാൻ മിസ്സിംഗ് കേസാണ് പോലീസ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം പോലീസ് ആരംഭിച്ചത്. ഈ നോട്ടീസിൽ പതിച്ചിരിക്കുന്ന തീയതി, അതോടൊപ്പം തന്നെ നോട്ടീസിൽ ഈ പ്രിന്റ് ചെയ്ത പ്രസിന്റെ പേരില്ല, നമ്പറില്ല. അതോടൊപ്പം തന്നെ ഈ സമാധി ഒരു ഡോക്ടറെയോ അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് അധികൃതരെയോ വിളിച്ച് ഉറപ്പുവരുത്തിയിട്ടില്ല. അതൊക്കെയാണ് പോലീസ് മുന്നോട്ട് വെക്കുന്ന സംശയങ്ങൾ. അപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ കുടുംബം ഈ ക്ഷേത്രത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെ കുടുംബം അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ കുടുംബവും അതോടൊപ്പം തന്നെ സബ് കളക്ടറും അതോടൊപ്പം ഈ പോലീസുമായിട്ട് ചർച്ച നടന്നു. ചർച്ചയ്ക്ക് സമവായമായി എന്നാണ് നമ്മൾ ഇന്നലെ അവർ പ്രതികരിച്ചത്. പക്ഷേ ഇന്നായപ്പോഴേക്കും നിലവിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. കാരണം ഇതൊരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഇതൊരു വലിയൊരു ഏരിയയാണ്. ഈ ഏരിയക്കകത്തൊരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിന് സമീപമായിട്ടാണ് ഇത്തരത്തിലൊരു സമാധി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ നേരത്തെ ഇവിടെ ക്ഷേത്രത്തിൽ വരികയും ഇവിടുത്തെ പൂജകളിലും അതോടൊപ്പം തന്നെ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുകയും യഥാക്ഷേത്രവിധി പ്രകാരമുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ വളരെ 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഗോപൻ സ്വാമി ഇത്തരത്തിൽ സമാധിയാവുമെന്ന് കുടുംബത്തോട് അറിയിച്ചിരുന്നു. വൈകുണ്ഠ ഏകാദശി ദിവസം ഇത്തരത്തിൽ സമാധിയാവുമെന്നാണ് അറിയിച്ചത്. അന്ന് രാത്രി 11 കൂടിയാണ് അദ്ദേഹം സമാധിയായത് എന്ന് കുടുംബം പറയുന്നു. അതിനുശേഷം മക്കൾ രണ്ടുപേരും ചേർന്ന് ആ സമാധി കല്ലറയിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം സ്ലാബ് വെച്ച് മൂടി. പിന്നീട് പിറ്റേ ദിവസം നോട്ടീസ് അടിച്ച് സമാധിയായി എന്ന വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ദുരൂഹത ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് ഈ വിഷയം കാര്യമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഇതുവരെ ഉത്തരവ് കൈമാറിയിട്ടില്ല. നാളെയോടുകൂടി ഉത്തരവ് കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നൊരു ആരോപണവും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിന്ന സമയത്ത് ഈ ഗോപൻ സ്വാമി ഇടപെട്ടുകൊണ്ട് അത് സമവായത്തിലേക്ക് എത്തിച്ചൊരു ചരിത്രമൊക്കെ ഉണ്ടെന്നാണ് വീട്ടുകാരുടെ അതോടൊപ്പം കുടുംബത്തിന്റെയും മക്കളുടെയും വാദം. അപ്പോൾ എന്തായാലും നിലവിൽ ഈ സമാധി ഇന്ന് പൊളിച്ച് പരിശോധന നടത്തില്ല. നാളെ ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ പൊളിച്ച് പരിശോധന നടത്താനാണ് സാധ്യത. അത് ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ ഫോറൻസിക് വിദഗ്ധരുടെയും ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ അതോടൊപ്പം തന്നെ മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളെല്ലാം ഇവിടെ വെച്ച് തന്നെ നടത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരുപക്ഷെ ഇത് തുറന്ന് പരിശോധിച്ചാൽ മാത്രമേ ഇതിലുള്ള ഒരു ദുരൂഹത എന്താണെന്ന് പുറത്തു വരൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബം എന്തായാലും ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ക്ഷേത്രത്തെ മലിനീകരണപ്പെടുത്താത്ത രീതിയിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.